एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതി നമഃ. വേൽ വേൽ മുരുക വെട്രിവേൽ മുരുകനക്ക് ഹരോഹര. JCV ചാനലിലെ എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജയകൃഷ്ണൻ CV. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ കാശ് സമ്പാദിക്കണം, കാശ് കയ്യിലുണ്ടാവണം, അനാവശ്യ ചെലവ് ഉണ്ടാവാൻ പാടില്ല, കാശിന്റെ ബുദ്ധിമുട്ട് ദാരിദ്ര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കയ്യിൽ എന്നും കാശ് ഉണ്ടാവണം. അപ്പോൾ ഏത് ദൈവത്തിനെ പ്രാർത്ഥിക്കണം? ഓരോ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും. ഓരോരുത്തരും പല ദൈവത്തിനും പല പൂജ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈഫിൽ ഡ്രമാറ്റിക് ചേഞ്ചസ് ഉണ്ടാവും, ഉറപ്പാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സോ കൂടുതൽ കാശ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് മൈൻഡ് പീസ്ഫുൾ ആയിരിക്കണം. ആർക്കാണോ മൈൻഡ് പീസ്ഫുൾ ആൻഡ് ക്ലിയർ മൈൻഡായിട്ട് ഇരിക്കുന്ന വ്യക്തി, അവർക്ക് ഓട്ടോമാറ്റിക്കലി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അവർക്ക് കിട്ടും. So this is the basic step for the money attraction. മൈൻഡ് പീസ്ഫുൾ ആയിരിക്കണം. ഇപ്പൊ ചിലവർ പറയും എനിക്ക് കാശ് കിട്ടിയാൽ സമാധാനം ഉണ്ടാവില്ല. അതിനെന്തെങ്കിലും വഴി ഉണ്ടാവും? കാശ് കിട്ടണ്ടേ? അപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഈ മനസ്സ് ഇവിടെ റിലേറ്റഡ് ആണ്. അപ്പോൾ മൈൻഡ് ആദ്യം പീസ്ഫുൾ ആക്കണം. സോ മൈൻഡിനെ റിലേറ്റ് ചെയ്ത് ആരാണെന്ന് വെച്ചാൽ ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രനെ നമുക്ക് പരിഹാരം ചെയ്യണം, പ്രാർത്ഥന ചെയ്യണം. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ട് ഏത് ക്ഷേത്രമാണോ ഉള്ളതെന്ന് പറയുമ്പോൾ തിരുപ്പതി വെങ്കടാചലപതി, തിരുപ്പതി ബാലാജിനെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് വേറെ തിരുപ്പതി ദർശനം ചെയ്തിട്ടില്ലെങ്കിൽ ഇനി തൊട്ട് എല്ലാ വർഷം ഒരിക്കലാണെങ്കിൽ തിരുപ്പതി ദർശനം ചെയ്തിരിക്കണം. അത് മസ്റ്റാണ്, ഡെഫിനറ്റ്ലി അത് ചെയ്തിരിക്കണം. ഓക്കെ, തിരുപ്പതി ദർശനം ചെയ്തിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പൊ തിരുപ്പതി ദർശനം ചെയ്യണമെന്ന് പറഞ്ഞു. കാലപുരുഷത്തിന് അനുസരിച്ചിട്ട് ഇവിടെ ബുധന്റെ രാശി കന്നി രാശിയിൽ അത്തം നക്ഷത്രം റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ തിരുപ്പതി ബാലാജി. അപ്പൊ ഇവിടെ കന്നി രാശിയിൽ ബുധൻ ഉച്ചമാണ്. ഓക്കെ, ഇതും റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ജാതകത്തില് 6ാം ഭാവം 6th ഹൗസ്, അത് ബാധ്യതയും കൂടി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഇതാണ്, ഭാവമാണ്, ബാധ്യത. മുജ്ജന്മത്തിലുള്ള ബാധ്യത അത് ഈ ജന്മത്തിൽ നമുക്ക് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ പറയാം, മുജ്ജന്മത്തില് കടബാധ്യത മീൻസ് നമ്മൾ പാപം പുണ്യം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ആ ബാധ്യത കുറവാണെങ്കിൽ ഈ ജന്മത്തില് അവർക്ക് കാശ് കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ബാധ്യത കൂടുതൽ ഉണ്ടെങ്കിൽ ഈ ജന്മത്തിൽ, മുൻജന്മത്തിൽ ബാധ്യത കൂടുതൽ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് നിങ്ങളുടെ കർമ്മ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ മുൻജന്മത്തില് ബാധ്യത കൂടുതൽ ഉണ്ടെങ്കിൽ ഈ ജന്മത്തില് കാശ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സെലിബ്രിറ്റി ആക്ടേഴ്സ്, നിങ്ങൾ അവരെ കാണുമ്പോൾ അസൂയപ്പെടില്ലേ? അവനെന്താ ഫിലിമിൽ ഓരോ വർഷം അവന് ആക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് കാശാണ് വാരിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയും പറയും. പോരാത്തന്നെ ആഡ് പല ഫംഗ്ഷനിൽ പോകുമ്പോൾ അവനക്ക് കാശ് കോടിക്കണക്കിന് കാശ് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അങ്ങനെയാണോ? അവനെ വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കില്ലേ? ഇങ്ങനെയൊക്കെ പറയില്ലേ? അപ്പൊ എന്താണ് അതിന്റെ റീസൺ? എവിടെ പോയാലും അയാൾക്ക് കാശ് കിട്ടുന്നത്, നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. റീസൺ മുൻ ജന്മത്തിലുള്ള കർമ്മം. ആ ബാധ്യത കുറവാണെങ്കിൽ ഈ ജന്മത്തിൽ കാശ് നമുക്ക് കിട്ടും. സോ ഈ മുൻ ജന്മത്തിൽ ഈ ബാധ്യത കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, അത് മാറ്റണം എന്നുണ്ടെങ്കിൽ എവിടെ പോകണം എന്ന് പറഞ്ഞാൽ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് തന്നെ പോകണം, തിരുപ്പതി ബാലാജി. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കന്നി രാശി ബുധന്റെ ഉച്ച ക്ഷേത്രമാണ്, ഉച്ചനാണ് ബുധൻ, അവിടെ ഉച്ചമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം കന്നി രാശിയിൽ ശുക്രനാണെങ്കിൽ അത് നീചമാണ്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, തിരുപ്പതി ബാലാജി നിന്നിട്ടാണ് ദർശനം തരുന്നത്, സ്റ്റാൻഡിങ് പോസിലാണ്. അത് മാത്രമല്ല, തിരുപ്പതി ബാലാജി മാത്രമല്ല, അവിടെ കൂടെ മഹാലക്ഷ്മി ഇല്ല. തിരുപ്പതി ബാലാജി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. സോ അവിടെ ബുധൻ സ്ട്രോങ് ആണ്. ഓക്കെ, അവിടെ ശുക്രൻ ഇല്ല, ശുക്രന്റെ ആക്ടിവേഷൻ ഇല്ല. അപ്പൊ ആർക്കാണോ ഈ കടബാധ്യതയുള്ള ആൾക്കാർ, കൂടുതൽ പേര് കാശൊക്കെ വാങ്ങിയിട്ടുണ്ടാവും പക്ഷെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും, ബിസിനസ്സിൽ ലോസ്, കരിയറിൽ ഗ്രോത്ത് ഇല്ല, കാശ് കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി തിരുപ്പതി ദർശനമാണ് ചെയ്യേണ്ടത്. ഓക്കെ,
ഓക്കെ, ഇപ്പൊ ഫിനാൻഷ്യൽ ഗ്രോത്തിന്റെ കാര്യത്തിൽ ഒരു ദൈവം ഞാൻ പറഞ്ഞു, അതിന്റെ ഒരു പരിഹാരവും പറഞ്ഞു, തിരുപ്പതി ദർശനം ചെയ്യണമെന്ന്. ഫൈൻ. ഇപ്പൊ കാശ് മാത്രം കിട്ടിയാൽ മതിയോ? ഹെൽത്ത് ഉണ്ടാവണ്ടേ? നല്ല ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഏൺ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇപ്പൊ ചിലർക്ക് കാശ് കൂടുതലുണ്ട്, പക്ഷെ എന്നും ഹെൽത്ത് ഇഷ്യൂസ് ആണ്, മെഡിക്കൽ എക്സ്പെൻസസ് ഭയങ്കര ചെലവായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആരോഗ്യം വേണം, അങ്ങനെയും പറയുന്ന ആൾക്കാരില്ലേ. അപ്പൊ ഹെൽത്ത് വേണമെന്നുണ്ടെങ്കിൽ എവിടേക്കാണ്? കന്നി രാശിയുടെ 7ാം ഭാവത്തിലൊന്ന് നോക്കുക. മീനമാണ്, മീനരാശിയാണ്. മീനരാശിയിൽ മഹാവിഷ്ണു സ്ലീപ്പിംഗ് പോസ് ആണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, ആ രാശിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ സ്ലീപ്പിംഗ് പോസ് എന്ന് പറയുമ്പോൾ അനന്തശയനം, പാമ്പിൽ ഇങ്ങനെ കടക്കുന്ന മഹാവിഷ്ണു. അപ്പൊ അതാരാണ്? അപ്പൊ ഏത് ദൈവമാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ആയിട്ടുണ്ടാവും. ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം, 2 ശ്രീരംഗം. ഇവിടേക്കാണ് പോകേണ്ടത് ഫോർ ദ ഗുഡ് ഹെൽത്ത്. അതെന്തുകൊണ്ടാണ്? അവിടെ മീനരാശിയിൽ ബുധൻ നീചമാണ്, ശുക്രൻ ഉച്ചത്തിലുമാണ്. മീനരാശിയിൽ ശുക്രൻ ഉച്ചത്തിലുമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, മഹാവിഷ്ണു കടക്കുകയാണ്. അപ്പൊ അവിടെ ബുധൻ നീചത്തിലാണ്, ശുക്രൻ ഉച്ചത്തിലാണ്. കാരണം മഹാവിഷ്ണുയുടെ പാദത്തിൽ കൂടെ എപ്പോഴും മഹാലക്ഷ്മി ഉണ്ടാവും. മഹാലക്ഷ്മി അവിടെ ഉണർന്ന് നിൽക്കുവാണ്. അപ്പൊ ശുക്രൻ അവിടെ ആക്റ്റീവാണ് അവിടെ. ഓക്കെ, ബുധൻ അവിടെ നീചത്തിലാണ്. അപ്പൊ മഹാവിഷ്ണു എന്താണ്? കടക്കുകയാണ്, റെസ്റ്റിംഗ് ആണ്. അപ്പൊ നമ്മള് ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, നമ്മൾ കടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യും? ഇല്ല, ബ്ലാങ്ക് ആയിരിക്കും അല്ലേ? അപ്പൊ ബുദ്ധി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം. ബുദ്ധി ഉണ്ടെങ്കിലേ നല്ല കാര്യങ്ങൾ നടക്കുള്ളൂ. ഓക്കെ, ബുദ്ധിയോടെ ചെയ്യുമ്പോഴാണ് കാശ് ഏൺ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ബുദ്ധി വേണം, ബുധൻ വേണം. ഹെൽത്തിനും ബുധൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ടാണ് വിദ്യാരംഭത്തിൽ സരസ്വതിയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ വിദ്യ ഉണ്ടെങ്കിലേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബുധൻ ആക്റ്റീവ് ആയിരിക്കണം. പക്ഷെ ഇവിടെ ശ്രീരംഗത്തിലും അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ബുധൻ നീചത്തിലാണ്. കാരണം അവിടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, മഹാവിഷ്ണു റെസ്റ്റിംഗ് ആണ്, മഹാലക്ഷ്മിയാണ് ഉണർന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ശുക്രൻ ആക്ടിവേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ശുക്രൻ അല്ലേ കാശിന്റെ ആള് എന്ന് പറഞ്ഞിട്ട്? അതെ, ശുക്രൻ കാശിന്റെ ആള് തന്നെയാണ്. അത് മാത്രമല്ല, ഹെൽത്തും റെപ്രസെന്റ് ചെയ്യുന്നത് ശുക്രൻ തന്നെയാണ്. അപ്പൊ നല്ല ഹെൽത്ത് ആഗ്രഹിക്കുന്നവര് ശുക്രനെ ആക്ടിവേറ്റ് ചെയ്യണം. കാരണം ശുക്രന് സഞ്ജീവിനി വിദ്യ ഉള്ള അറിവുള്ള വ്യക്തിയാണ് ശുക്രൻ. കാരണം മഹാദേവൻ തന്നെ വരം കൊടുത്തതാണ് ശുക്രന് സഞ്ജീവിനി വിദ്യ. അത് ശുക്രന് മാത്രമേ ഇല്ല അത്. അപ്പോൾ കാശ് മാത്രമല്ല, ഹെൽത്തും ശുക്രന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നല്ല ഹെൽത്ത് വേണമെന്നുണ്ടെങ്കിൽ ശ്രീരംഗം അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണം. ബിസിനസ്സിൽ ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ തിരുപ്പതിക്ക് പോകണം. ഓക്കെ, ഇനി മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഡെഫിനറ്റ്ലി ശ്രീരംഗം അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിരിക്കണം വർഷത്തിൽ. ഈ ഹോസ്പിറ്റലിൽ മറ്റേ ഡോക്ടേഴ്സ് സിമ്പിൾസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്നേക്കാണ് അവിടെ ഉള്ളത്. ആ സ്നേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിനാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ ശ്രീരംഗം അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ആരാ ഉള്ളത്? അനന്തനാ ഉള്ളത്, ആദിശേഷൻ. അപ്പൊ നമ്മൾ അനന്തനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവില്ല, നല്ല ഹെൽത്തും ഉണ്ടാവും, കാശും ഉണ്ടാവും. സോ ഹെൽത്തിന് ശ്രീരംഗം അല്ലെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോവുക, കാശിന് വേണ്ടിയിട്ടാണെങ്കിൽ തിരുപ്പതി പോകണം. വർഷത്തിൽ ഈ 2 ക്ഷേത്രത്തിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് വരുവാണെങ്കിൽ രണ്ടും ബാലൻസ് ചെയ്തിട്ട് പോകും. ലൈഫിൽ കാശും ഉണ്ടാവും, നല്ല ഹെൽത്തും ഉണ്ടാവും. ഇനി ചിലവർ ആഗ്രഹിക്കും, എനിക്ക് ഈ കാശ് കുറച്ചുകൂടി കൂടുതൽ കിട്ടണം, ചാക്പോട്ട അടിക്കുന്ന പോലെ അത്രയും കാശ് ഉണ്ടാവണം. അത് തരണത് ആരാണ്? രാഹുവാണ്. രാഹു ആണെങ്കിൽ എക്സ്ട്രീം ലെവലായിരിക്കും, വാരിക്കോരി കൊടുക്കും. പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ, അത് വാരിക്കോരി. ഇപ്പൊ ലോട്ടറി അടിക്കുന്ന ആൾക്കാരൊക്കെ നോക്കി, അതൊക്കെ രാഹുയുടെ എഫക്റ്റ് ആണ്. ഒന്നുമില്ലാത്തതാണ് കോടിക്കണക്കിന് സ്വത്തായി കാശ് കിട്ടുന്നത്. ലോട്ടറി അടിക്കുമ്പോൾ കാശ് കിട്ടുന്നത്, ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിക്കുമ്പോൾ, അത് രാഹുയുടെ ഒരു അനുഗ്രഹമാണത്. അപ്പൊ കൊടുക്കുകയാണെങ്കിൽ വാരിക്കോരി കൊടുക്കും. ബുദ്ധിമുട്ട് തരണേ അങ്ങേയറ്റം എക്സ്ട്രീം ലെവലിലുള്ള ഡിഫിക്കൽട്ടീസ് നമ്മുടെ ലൈഫിൽ തന്നിരിക്കും. രാഹുയുടെ ക്യാരക്ടർ അതാണ്. ഓക്കെ, ഇപ്പൊ കാശിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ രാഹുവാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ശനി എന്ന് പറയുമ്പോൾ
കർമ്മകാരകനാണ്. അപ്പൊ ശനിയുടെ കൂടെ ഒരു ശുഭഗ്രഹങ്ങളുടെ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ജാതകം നോക്കുക. അതിൽ ശനിയുടെ കൂടെ ശുഭഗ്രഹങ്ങളുടെ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തി ലൈഫിൽ സക്സസ്ഫുൾ ലൈഫായിരിക്കും. ഡെഫിനറ്റ്ലി അവർക്ക് സക്സസ്ഫുൾ ലൈഫായിരിക്കും. കാശിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശനിയുടെ കൂടെ ശുക്രൻ വരുവാണെങ്കിൽ ഭയങ്കര നല്ല രീതിയിലായിരിക്കും. അതിൻ്റെ കൂടെ രാഹു കൂടി വരികയാണെങ്കിൽ പറയാൻ വേണ്ട, റിച്ചസ്റ്റ് പേഴ്സൺ. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരാളുടെ ജാതകത്തിൽ അവരുടെ നക്ഷത്രം ചോതി നക്ഷത്രം, തുലാം രാശിയിൽ ശനി നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ശനി ശുക്രൻ രാഹുയുടെ എനർജി അവർക്ക് ഉണ്ടാവും. അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കാരണം ചോതി നക്ഷത്രം പറയുമ്പോൾ രാഹുയുടെ നക്ഷത്രമാണ്. തുലാം രാശി എന്ന് പറയുമ്പോൾ അത് ശുക്രന്റെ വീടാണ്. അവിടെ ആ ശുക്രന്റെ വീട്ടിൽ ശനി ഉച്ചത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ എനർജി എല്ലാം കിട്ടും. ഭയങ്കര ഹൈ ലെവലായിരിക്കും അവരുടെ ജീവിതം, സക്സസ്ഫുൾ ലൈഫായിരിക്കും. പക്ഷെ ഈ ഫലം ശനി ശുക്രൻ രാഹു ഇവരുടെ എനർജി എനിക്ക് കിട്ടണം. എൻ്റെ ജാതകത്തിൽ അതില്ല, പക്ഷെ എനിക്ക് ആ എനർജി കിട്ടണം. അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ? യെസ്, ഉണ്ട്. ഈ തുലാം മാസത്തിലാണ് ദീപാവലി സെലിബ്രേഷൻ നമ്മൾ ആഘോഷിക്കും. ദീപാവലി വരുന്നത് നമുക്ക് ദീപാവലി അത്ര ഇതൊന്നും ഇല്ല. ബട്ട് തമിഴ്നാട്ടിൽ ഇതൊരു തമിഴ്നാട് കോൺസെപ്റ്റാണ് ഞാൻ ഇപ്പോൾ പറയണത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരാണ്. തമിഴ്നാട്ടിലെ തമിഴന്മാരൊക്കെ ഈ ദീപാവലി സമയത്ത്, അതും ആ ദിവസത്തിൽ ബ്രഹ്മമുഹൂർത്തം ടൈമിൽ ഇവരൊരു കാര്യം ചെയ്യും. ഇരുമ്പ് ചട്ടിയിൽ എണ്ണ വെക്കും, എണ്ണ ഒഴിച്ച് തിരി കത്തിക്കും അവിടെ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ്സ് ഉണ്ടാക്കി ദൈവത്തിന് സമർപ്പിക്കും. എന്തുകൊണ്ടാണ് ഇരുമ്പ് ചട്ടി എന്നത്? ആ ഇരുമ്പ് ചട്ടി എന്ന് പറയുമ്പോൾ ആ വായ ഇതിൽ അത് രാഹുവാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എണ്ണ എന്ന് പറയുന്നത് ശനിയാണ്. സ്വീറ്റ് എന്ന് പറയുന്നത് ശുക്രനാണ്. കണ്ട, ഇവിടെയും ശനി ശുക്രൻ രാഹുവിനെ ആക്ടിവിറ്റിയാണ്. സോ എല്ലാ വർഷവും ഇവരിത് ചെയ്യുമ്പോൾ ആ വർഷത്തിൽ ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാവും. ഈ പറയുന്ന പോലെ ശനി ശുക്രൻ രാഹുയുടെ എനർജി ഇവർക്ക് കിട്ടും. മഹാലക്ഷ്മി അത്ര വാരി കോരി അനുഗ്രഹം ഇവർക്ക് കൊടുക്കും. അതാണ് ആ ദീപാവലി. അതും ബ്രഹ്മമുഹൂർത്തം ടൈമിലാണ് പണ്ടുള്ള ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള ആൾക്കാർ ഇത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴും നമുക്ക് ചെയ്യാം. ചെയ്യുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ സൂര്യൻ ഉദിക്കിന് മുന്നേ ഇരുമ്പ് ചട്ടിയിൽ ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുക. വീട്ടിൽ ആ സമയത്ത് സ്വീറ്റ്സ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഫ്രണ്ട് ഡോറ് അലങ്കരിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞു. എൻ്റെ വീഡിയോ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയും. ഒരുപാട് കാര്യങ്ങൾ ഫ്രണ്ട് ഡോറിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത്, എങ്ങനെയാണ് ഫ്രണ്ട് ഡോർ അലങ്കരിക്കേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രണ്ട് ഡോർ അലങ്കരിക്കുക, മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഈ ഫലം ഡെഫിനറ്റ്ലി ഇവരുടെ ജീവിതത്തിൽ കിട്ടും. ഇതിൻ്റെ സിംപിളസ്റ്റ് വേ ഉണ്ട്. സിമ്പിൾ വേ ഒരു കാര്യം പറയാം. അതെന്താണെന്ന് അറിയാം? പൈനാപ്പിൾ. അതെ, പൈനാപ്പിൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൈനാപ്പിളിന്റെ ഇല അത് രാഹുയുടെ നാക്കാണ്, മുള്ളുള്ളത് ശനി. അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്താണ്? നമുക്ക് സ്വീറ്റ്സ് ആണ് കിട്ടുന്നത്, മധുരമാണ് അതിലുള്ളത്, പൈനാപ്പിൾ അല്ലേ? അത് ശുക്രൻ. അപ്പോൾ നാച്ചുറലി നമുക്ക് ദൈവം നമുക്ക് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സും എല്ലാം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ അത് അനലൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് നാച്ചുറലി നമുക്ക് ദൈവം ഇതൊക്കെ നമുക്ക് പ്രകൃതി നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ പൈനാപ്പിൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പൈനാപ്പിൾ നിങ്ങൾ നൈവേദ്യമായിട്ട് വെച്ചാലും മതി. ഇരുമ്പ് ചട്ടിയിൽ ഇങ്ങനെ വെക്കണമെന്നൊന്നുമില്ല. പൈനാപ്പിൾ വെക്കുക. എങ്ങനെ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ രണ്ടായിട്ട് കട്ട് ചെയ്യണം. ഇല കട്ട് ചെയ്യരുത്. ഓക്കെ, ഇലയോടെ തന്നെ വെക്കണം. അത് ഇപ്പം നമ്മൾ തേങ്ങ രണ്ടായിട്ട് ആക്കിയിട്ട് നമ്മൾ ദൈവത്തിന് വെക്കില്ലേ, അതേപോലെ തന്നെ പൈനാപ്പിൾ 2 പീസസ് ആക്കിയിട്ട് അങ്ങനെ നൈവേദ്യം വെക്കുക. അങ്ങനെ തന്നെ വെക്കുക. കട്ട് ചെയ്ത് 2 പീസാക്കിയിട്ട് അങ്ങനെ വെച്ചാൽ മതി. ലീഫ് ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇത് ചെയ്തു വരുവാണെങ്കിൽ നിങ്ങൾക്ക് ശനി ശുക്രൻ രാഹുയുടെ പവർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ കാശ് സമ്പാദിച്ചു കൊണ്ടിരിക്കും. കൂടുതൽ കാശ് നമുക്ക് കിട്ടും. അത് തുടർച്ചയായിട്ട് ചെയ്യണം. പെട്ടെന്നൊന്നും ഇത് സംഭവിക്കുന്നില്ല. മാജിക് ഒന്നും നടക്കില്ല ഹാരി പോട്ടർ പോലെ. ഓക്കെ, ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ തിരുപ്പതിയിലും പോവുക, അല്ലെങ്കിൽ ശ്രീരംഗം ഓർ പത്മനാഭസ്വാമി ക്ഷേത്രം, ഈ ടെമ്പിൾസിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ലൈഫിൽ വർഷത്തിൽ ഒരിക്കലാണെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്തു വരികയാണെങ്കിൽ കയ്യിൽ കാശും ഉണ്ടാവും, നല്ല ഹെൽത്തും ഉണ്ടാവും. സോ വ്യൂവേഴ്സ്,
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീക്ക് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വേൽ വേൽ മുരുക വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര.